അഞ്ചിൽ കൂടുതൽ തവണ ടിടിയുടെ ചെക്കിങ്ങും സദേൺ ആണോ അതോ നോർത്തേൺ ട്രെയിൻ ആണോ കയറിയെന്നുള്ള ഒരു സംശയവും അടിപൊളി യാത്രാ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു ട്രാവൽ സീരീസ് ട്രിവാൻഡ്രം ടു ചെന്നൈയിലെ കിടിലൻ വിശേഷങ്ങളൊക്കെ കാണാം. വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് ഓട്ടോയിലായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് 20 മിനിറ്റ് ഓട്ടോ മാത്രമേ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നെടുത്ത് MGR ചെന്നൈയിലോട്ട് പോകുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സൂപ്പർ ഫാസ്റ്റ് എന്ന് പേരാണോ അതോ നമുക്ക് എന്തായിരുന്നാലും ടൈമിംഗിൽ എത്തിക്കുമെന്നും കൂടെ നോക്കാം. ട്രിവാൻഡ്രത്ത് നിന്ന് 5:15 എടുക്കുന്ന ട്രെയിന് പിറ്റേ ദിവസം പുലർച്ചെ 10 മണിക്കാണ് കേട്ടോ നമ്മൾ ചെന്നൈ സെൻട്രലിലോട്ട് എത്തുന്നത്. നല്ല രീതിയിൽ തന്നെ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വാഴക്കപ്പവും കഴിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പിറ്റേ ദിവസം കറക്റ്റ് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ തന്നെ റെയിൽവേയുടെ പണി നടക്കുന്നുണ്ടായിരുന്നേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. ട്രെയിൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പീഡിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 16 മണിക്കൂർ നമ്മൾ ഈ ഒരു ട്രെയിനിനുള്ളിൽ സർവൈവ് ചെയ്യണം. കാണാനുള്ള കാഴ്ചകളും കണ്ടു, മൂവിയും കണ്ടു, ഗെയിമും കണ്ടു, അങ്ങനെ സമയം തള്ളി നീക്കി. ട്രെയിനിലൂടെ പോകുന്ന യാത്ര എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതും ട്രെയിനിൽ തന്നെയാണ്. 2 ആഴ്ച മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും എനിക്ക് ടിക്കറ്റ് കിട്ടിയത് RIC ടിക്കറ്റ് ആയിരുന്നു. ട്രെയിനിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള സംവിധാനം അവർ പോർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. C പോർട്ടും അതുപോലെ തന്നെ USB-A നമുക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ TTയും എത്തി. രാത്രിയുള്ള ഭക്ഷണം വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി രാവിലെയുള്ള കിടിലനായിട്ടുള്ള വ്യൂവും കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 8 മണി അടുപ്പിച്ചായപ്പോഴത്തേക്കും തന്നെ നമ്മൾ ചെന്നൈ സെൻട്രലിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ഒരുപാടധികം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രെഡും ഓംലെറ്റ് ആയിരുന്നു. ചെന്നൈ സെൻട്രലിലോട്ട് അടുക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ തിരക്ക് നമുക്ക് ഇതുപോലെ സ്ലീപ്പറിലും കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലർച്ചെ 10:30 അടുപ്പിച്ചായപ്പോഴായിരുന്നു കേട്ടോ നമ്മൾ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്നൈയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.